ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു കോളേജ് അധ്യാപികയാണ്. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ബികോം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മിസ്സേ സ്റ്റാറ്റിസ്റ്റിക്സ് പാടാണ്, ഞങ്ങൾക്കത് ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കാൻ പാടാണ്, പ്രോബ്ലംസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പല കാര്യങ്ങളും പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പേടിക്കാനുള്ള ഒരു സബ്ജക്റ്റൊന്നും അല്ല സ്റ്റാറ്റിസ്റ്റിക്സ്. നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നമ്മൾ തന്നെ നമുക്ക് അത്യാവശ്യം മെരുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഏറ്റവും മെയിൻ പ്രശ്നമായിട്ട് പറയുന്നത് ഈ ഇക്വേഷൻസ് ആണ്. ശരിയാണ്, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. അത് ഈ എക്സാം ടൈമിൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു അവിയൽ പരുവായിരിക്കും. ഏത് ഇക്വേഷൻ എവിടെ യൂസ് ചെയ്യണമെന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല. അതേസമയം നമ്മൾ പഠിക്കുന്ന ടൈമിൽ തന്നെ ഒരു ഇക്വേഷൻ എഴുതാൻ വേണ്ടി തന്നെ ഒരു കുഞ്ഞു ബുക്ക് എടുത്ത് വെക്കുക, പഠിക്കുന്നതിനനുസരിച്ച് ഓരോ ഇക്വേഷൻസും എഴുതി വെക്കുക, ദെൻ ഇടയ്ക്കെടുത്തൊന്ന് വായിച്ചു നോക്കുക, ഏത് ഇക്വേഷൻ ഏതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് എക്സാം ടൈമിൽ മാറിപ്പോവാതിരിക്കാനും പെട്ടെന്ന് പഠിച്ചു കഴിയാനും ഒക്കെ നമുക്ക് സാധിക്കും. അതാണ് ഇതിനകത്തൊരു എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇക്വേഷൻസ് ഓർത്ത് വെക്കുക എന്നുള്ളത്. എക്സാമിൻ്റെ ടൈമിൽ എല്ലാം കൂടി ഓർത്ത് വെച്ച് പഠിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ആർക്കും സാധ്യമല്ല. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഇക്വേഷൻസ് പഠിക്കുന്നതിനനുസരിച്ച് എഴുതി വെക്കുക, ദെൻ അത് വായിച്ചു നോക്കുക, ഇടയ്ക്കിടയ്ക്കെടുത്തുനിന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലത് ഉറയ്ക്കും. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത്, എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് തേർഡ് മൊഡ്യൂളാണ് ഞാൻ എടുക്കുന്നത്. പ്രോബ്ലം വൈസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതാണ് തുടങ്ങാൻ പോകുന്നത്. ഞാനിവിടെ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ഇതാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. ഓതർ എല്ലാ പോറ്റിയാണ്. അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് തന്നെയാണ് ഇതിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പല ഓതേഴ്സിൻ്റെയും ടെക്സ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാം. ഞാനിവിടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് ഇതിലെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തേർഡ് മൊഡ്യൂൾ പഠിച്ചു തുടങ്ങാം, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ അതിൽ ഞാൻ പ്രോബ്ലംസ് മാത്രമായിരിക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇതാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ അല്ലേ. The important measures of central tendencies are mean, median, mode, harmonic mean, geometric mean, etc. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത്. ഇവയൊക്കെയും എന്ത് തന്നെയാണ്, ആവറേജസുകളാണ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആവറേജസുകളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിലൊക്കെ അല്ലേ. അരിത്തമെറ്റിക് മീൻ നമ്മൾ സാധാരണ ആവറേജസ് കാണുന്ന പോലെ തന്നെയാണ് അരിത്തമെറ്റിക് മീനും കാണുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ 3 സീരീസുകളുണ്ട്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഈ 3 കേസിലും അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും. ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാണുന്നതെന്നാണ് പഠിക്കുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ നിന്ന് നമുക്ക് എക്സ് വാല്യൂസ് മാത്രമേ കാണുള്ളൂ, അതിൽ ഫ്രീക്വൻസീസ് ഒന്നും നമുക്ക് തരില്ല, എക്സ് നമുക്ക് വാല്യൂസ് മാത്രം തരും. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ തന്നെ 2 മെത്തേഡുണ്ട് നമുക്ക് അരിത്തമെറ്റിക് മീൻ കാണാനായിട്ട്. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതിൽ എക്സ് ബാർ ആണ് നമ്മൾ മീനിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ, ഇതാണ് എക്സ് ബാർ. അപ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ സമ്മ്, എൻ എന്ന് പറയുന്നത് എത്ര വാല്യൂസ് ആണോ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ എണ്ണമാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഡെയിലി ഇൻകം ഓഫ് 5 ഫാമിലീസ് 10, 90, 85, 103 ആൻഡ് 11. അതായത് 5 ഫാമിലീസിൻ്റെ ഡെയിലി ഇൻകംസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻകംസ് തന്നിട്ടുണ്ട് 10, 90, 85, 103 ആൻഡ് 11. നമ്മുടെ ഡയറക്റ്റ് മെത്തേഡിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ.
അല്ലേ? സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ് വാല്യൂസിൻ്റെ സമ്മാണ്. എത്രയാണ്? 299 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അതാണ് എന്നിൻ്റെ വാല്യൂ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്ര വരും? 59.8. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മുടെ അരിത്മെറ്റിക് മീൻ കാണുന്നത്. നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അരിത്മെറ്റിക് മീൻ കാണാനായിട്ട് പഠിച്ചു. ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അരിത്മെറ്റിക് മീൻ കാണുന്ന നെക്സ്റ്റ് മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഡി ബൈ n എന്നുള്ളതാണ്. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ. നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിലൊരു വാല്യൂ നമ്മൾ മീനായിട്ട് അസ്യൂം ചെയ്യാം. ഡി എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വാല്യൂസിൽ നിന്ന് ഈ അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് 45, 48, 50, 52 and 60. അപ്പം ഇത്രയും വാല്യൂസിൻ്റെ അരിത്മെറ്റിക് മീൻ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഡി ബൈ എൻ ആണ്, അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എ അറിയണം, ദെൻ ഡി കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ, അല്ലേ? അത് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസിലെ നടുക്കത്തെ വാല്യൂ എടുക്കും. ഇവിടെ എന്താണ്? 50 ആണ്, അല്ലേ? ആ 50 നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്. എ എന്ന് പറയുന്നത് 50 ആണ്. ദെൻ നമുക്കറിയാം സമ്മേഷൻ ഡി. അതിന് ഡി എന്താണെന്ന് അറിയണം, അല്ലേ? ഡി കണ്ടുപിടിക്കുന്നത് എക്സ് മൈനസ് 50, അതായത് എക്സ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ വാല്യൂസ്, അത് മൈനസ് അസ്യൂംഡ് മീൻ നമ്മൾ ചെയ്യും. അപ്പം ഫസ്റ്റ് ഏത് വരും? 45 minus 50 which is equal to minus 5. Then 48 minus 50 is equal to minus 2. 50 minus 50 is equal to 0. 52 minus 50 is equal to 2. 60 minus 50 is equal to 10. Summation D എന്ന് പറയുന്നത് ഈ വാല്യൂസിൻ്റെ സമ്മാണ്. അതിൻ്റെ സം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമാണ് ഉള്ളത്. by 5 which is equal to 50 plus 5 by 5 1 which is equal to 51. ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ്, അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാം. അതിന് 3 മെത്തേഡ്സ് ആണുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.